ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ജന നഴ്സിംഗ് അല്ലെങ്കിൽ GNM ആൻഡ് ANMൻ്റെയൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യം നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായതിനെക്കുറിച്ചും അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ എത്രയാണ് ഫീ, സെപ്പറേറ്റ് ആയിട്ട് ഫീ എത്രയാണ് വരുന്നത്, നമ്മൾ കൊടുക്കുന്നതിന് എത്ര ഫീ ആണ് വരുന്നത്, റിസർവേഷൻ്റെ എന്തൊക്കെ റിസർവേഷനാണ്, അതെല്ലാം അതിലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ എഴുതി വയ്ക്കുക. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. കാരണം നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് 2-3 ദിവസമൊക്കെ ആവും കിട്ടാൻ. അപ്പോൾ 20-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് ജനന തീയതി തെളിയിക്കുന്ന SSLC അല്ലെങ്കിൽ തുല്യ സർട്ടിഫിക്കറ്റിനെ സ്കാൻ ചെയ്ത പേജ്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന നിങ്ങളുടെ SSLC ഉണ്ടല്ലോ, നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ +2 ആണ് ഉദ്ദേശിക്കുന്നവർ. +2 SSLC സർട്ടിഫിക്കറ്റൊക്കെ വേണം നിങ്ങളുടെ കയ്യിൽ. രണ്ടാമത് നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളൈറ്റ് ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് ഒന്നെങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അക്ഷയക്കാരൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളൊരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അത് നാളെയോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. 3-2 ദിവസമൊക്കെ ആവും നമ്മൾ അതിനെ അപേക്ഷിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റുകൾ നിർബന്ധമാണ്. യോഗ്യതാ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, SSLC +2 സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി കയ്യിൽ കരുതുക. അതൊക്കെ വേണ്ടി വരും. നിങ്ങൾ മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ കരുതുക. നാലാമത്തേതാണ് പ്രത്യേക സംവരണം അല്ലെങ്കിൽ ഫീസ് ഇളവ് ആവശ്യപ്പെടുന്നവർക്കുള്ള അനുബന്ധ സർട്ടിഫിക്കറ്റ്. അതായത് സംവരണമുള്ള കുട്ടികൾ, സംവരണം അല്ലെങ്കിൽ ഫീസ് ഇളവ്, അതായത് OEC SC ST കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ സംവരണം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വേണം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം അല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കാൻ കൊടുക്കുക, അക്ഷയയിൽ ഉണ്ടാക്കാൻ കൊടുക്കുക. ആറാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ SC അല്ലെങ്കിൽ ST അപേക്ഷാർത്ഥികൾക്കായി താലൂക്ക് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന സമുദായ സർട്ടിഫിക്കറ്റ്. SC ST കാൻഡിഡേറ്റ്സിന് സമുദായ സർട്ടിഫിക്കറ്റുകൾ വേണം. സമുദായ സർട്ടിഫിക്കറ്റിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SC ST വിഭാഗത്തിലുള്ളവർക്കായിട്ട് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് 3 വർഷത്തിനുള്ളിലെടുത്ത 3 വർഷം അതിന് കാലാവധി ഉള്ളൂ അതിന്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് പറഞ്ഞത് 1 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി SC BC അല്ലെങ്കിൽ OEC അപേക്ഷാർത്ഥികൾക്കായി സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനായി വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിച്ച നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങളൊരു OEC റിസർവേഷൻ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ SC BC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. അത് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ളതായിരിക്കണം. നോൺ ക്രീമി ലെയർ 1 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കുള്ളൂ. എട്ടാമത്തേത്
SC അല്ലെങ്കിൽ ST അപേക്ഷാർത്ഥികൾക്കായി മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ് ബാധകമാണെങ്കിൽ നിങ്ങൾ താലൂക്ക് ഓഫീസറിൽ നിന്ന് നിങ്ങളത് വാങ്ങിക്കണം. 9ാമത്തെ സർട്ടിഫിക്കറ്റാണ് ഭിന്നശേഷിയുള്ളവർക്കായിട്ട് ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അറിയിപ്പിൻ്റെ തീയതിക്ക് 6 മാസത്തിനുള്ളിൽ നൽകിയതായിരിക്കും. 6 മാസമാണ് അതിന് കാലാവധി ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ GNM അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.